ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ CPM നേതാവ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ജാമ്യ ഉപാധികളിൽ ഇളവ്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചത്. ജില്ല വിട്ടു പോകാനും ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാനും അനുവാദമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയിലും ഇളവ് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം ഹാജരായാൽ മതിയെന്നും പറഞ്ഞു. നേരത്തെ കർശന ഉപാധികളോടെയാണ് PP ദിവ്യയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. എല്ലാ തിങ്കളാഴ്ചയും 10-നും 11-നും ഇടയിൽ ദിവ്യ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാകണമെന്നായിരുന്നു പ്രധാന ഉപാധി. കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തു പോകാൻ പാടില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. രണ്ടുപേരുടെയും ആൾ ജാമ്യത്തിലാണ് ജാമ്യം നൽകിയിരുന്നത്. ആത്മഹത്യാ പ്രേരണ കേസിൽ അറസ്റ്റിലായ റിമാൻഡിലായ ദിവ്യയ്ക്ക് 11 ദിവസത്തിന് ശേഷം നവംബർ 8-നാണ് ജാമ്യം ലഭിച്ചത്. കൂടാതെ നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ ന്യായീകരിച്ചു MV ജയരാജൻ രംഗത്ത് വരികയുണ്ടായി. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി ദിവ്യയ്ക്ക് അനുകൂലമാണെന്ന് ജയരാജൻ പറഞ്ഞു. കുടുംബത്തിന്റെ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ് പറയുന്നത്. അതിന്റെ മറ്റൊരർത്ഥം PP ദിവ്യ കുറ്റക്കാരി അല്ലെന്ന് ഹർജിക്കാരി തന്നെ പറയുന്നുവെന്നാണെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ദിവ്യയുടെ പേരിലുള്ള ആരോപണം ആത്മഹത്യാ പ്രേരണയാണ്. ദിവ്യക്കെതിരെ ഇതുവരെ കൊന്നു കെട്ടിത്തൂക്കി എന്ന ആരോപണം ഉയർന്നിട്ടില്ല. കൊലപാതകമാണെങ്കിൽ ആരാണിത് ചെയ്തതെന്ന് അന്വേഷിക്കണം. കൈക്കൂലി വാങ്ങാത്തതാണ് നവീൻ ബാബുവിന്റെ ചരിത്രം. എന്നാൽ ഉയർന്നു വന്ന ആരോപണം കൈക്കൂലി വാങ്ങിയെന്നാണ്. അതിന്റെ സത്യം എന്താണെന്ന് അറിയില്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ദിവ്യയുടെ പ്രസംഗം ശരിയായില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. എന്നാൽ നവീന്റെ ഭാര്യയുടെ ഹർജി മാറ്റുകയാണ് ഉണ്ടായത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് 21-ലേക്ക് മാറ്റി. മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തിൽ സിറ്റിംഗ് നടക്കാത്തതിനാലാണ് കണ്ണൂർ 1-ാം ക്ലാസ് രജിസ്ട്രേറ്റ് കോടതി ഹർജി മാറ്റിയത്. കണ്ണൂർ കളക്ടർ അരുൺ K വിജയൻ, പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ TV പ്രശാന്ത് എന്നിവരുടെ ഒക്ടോബർ 1 മുതൽ 15 വരെയുള്ള മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ, ഫോണിന്റെ ടവർ ലൊക്കേഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ K മഞ്ജുഷയാണ് ഹർജി നൽകിയത്. ഫോൺ രേഖകൾ പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് കളക്ടർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്.